ഹലോ ഗൈസ്, സേത് ടോക്സ് എന്ന ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്താ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ അത് നമുക്കൊരു വലിയ ഉപകാരമായിരിക്കും. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൻ്റെ, അതും കൂടെ ചെയ്താൽ ചാനലിൻ്റെ ഗ്രോത്തിന് അത് വലിയ ഉപകാരമായിരിക്കും. ലോക ഫുട്ബോളിൻ്റെ മെഷ സാക്ഷാൽ ലിയോ മെസ്സി വരുന്നത് വരെ അമേരിക്കക്കാർക്ക് ഫുട്ബോൾ എന്നത് ഒരു മെയിൻ ഗെയിം പോലും അല്ലായിരുന്നു. എന്നാൽ ഫുട്ബോൾ മെസ്സി വന്നതിന് ശേഷം വികസിക്കുന്നതും ഇന്റർ മിയാമി എന്ന ഫുട്ബോൾ ഭൂപടത്തിൽ ഒന്നുമല്ലാതിരുന്ന ക്ലബ്ബ് എത്രയോ വളരുന്നതും ലോക ശ്രദ്ധ ആകർഷിക്കുന്നതും ലോകം എത്രയോ കണ്ടിരിക്കുന്നു. മിഷിഹ എന്ന് ഒന്ന് നീട്ടി വിളിച്ചപ്പോൾ മെസ്സി ആ രക്ഷയ്ക്കായി എത്തി. ഒന്നുമില്ല. ഇന്റർ മിയാമി വേഴ്സസ് നാഷണൽ FC മത്സരം MLS എന്ന അമേരിക്കയിലെ ഫുട്ബോൾ ഫസ്റ്റ് ഇയർ ലീഗ് അവസാനിച്ചതിന് ശേഷമുള്ള ഒരു കപ്പ് മത്സരം. അതിനകത്ത് രണ്ടാമത്തെ മത്സരത്തിൽ നാഷണൽ FC 2-1 വിജയിച്ചു. അവരുടെ താരങ്ങളായ സ്യൂറിച്ച് ബവർ എന്നീ താരങ്ങളാണ് ഗോളുകൾ നേടിയത്. എന്നാൽ ഇന്റർ മയാമിക്ക് വേണ്ടി 90-ാം മിനിറ്റിൽ സാക്ഷാൽ ലിയോ മെസ്സിയുടെ ഒരു കിഡിലൻ ഗോൾ എത്തുകയും തുടർന്ന് മറുപടി നൽകുകയും ചെയ്തു. ബെസ്റ്റ് ഓഫ് 3 പ്ലേ ഓഫിൽ ഇനി ഒരു മത്സരവും കൂടെ വേണ്ടി വരും വിജയികളെ കണ്ടെത്താൻ. വിജയികളെ കണ്ടെത്തിയിട്ട് വേണം MLS കപ്പിൻ്റെ വിജയികൾ ആരും തീരുമാനിക്കുന്ന മത്സരങ്ങളിലേക്ക് കടക്കാൻ. അപ്പം ഇന്റർ മിയാമിയുടെ കോച്ച് സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തും സഹതാരവും എല്ലാമായിരുന്ന ഹാവിയർ മഷ്രാനോ, അദ്ദേഹം മത്സരശേഷം പറഞ്ഞത്, റെഫറി മിസ്റ്റേക്കിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ ISL പോലെ തന്നെ അതല്ല, കാരണം റെഫറിയൊക്കെ കണക്ക് തന്നെ. റെഫറി മിസ്റ്റേക്കിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, അത് പറഞ്ഞാൽ എൻ്റെ പിറകെ കാര്യങ്ങൾ വരും. പിന്നെ അടുത്ത മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും.